ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഉദിതി വാഷിംഗ് മെഷീനാണ്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വാഷിംഗ് മെഷീനാണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. പിന്നെ ഞാനിത് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PG ഹോസ്റ്റൽ ലൈഫൊക്കെ ആയിട്ട് നടക്കുന്ന ആയതുകൊണ്ട് ആയതുകൊണ്ട് എനിക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് വാഷിംഗ് മെഷീൻ. അതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വേറെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ മൂടി വയ്ക്കാനുള്ളൊരു സംഭവമുണ്ട്. പിന്നെ വാറൻറ്റി പേപ്പറുണ്ട്, ഒരു ഇൻലെറ്റ് പൈപ്പുണ്ട്, യൂസർ മാനുവൽ വാറൻറ്റി കാർഡാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ എടുക്കാം. നമ്മുടെ ക്യാമറ സെറ്റപ്പൊന്നും അത്ര സെറ്റപ്പ് അല്ലാത്തതിനാൽ വീഡിയോ ഒക്കെ വളരെ പരിതാപകരമാണ്. എന്നാലും ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നി, അതുകൊണ്ട് മാത്രം എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാറൻറ്റി പേപ്പറൊക്കെ ഒന്ന് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് എന്താ എഴുതിയൊക്കെ നോക്കണം. ഒരു 2 വാഷറും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എന്തായാലും എനിക്കറിയില്ല. ഞാനതൊന്നും യൂസ് ചെയ്യാതെ എന്തെങ്കിലും ഒപ്പിക്കാവോ നോക്കട്ടെ. ഇതിനകത്ത് വാറൻറ്റി കാർഡിനകത്ത് 6 kg, 8 kg, 9 kg അവരുടെ ഏതൊക്കെ സാധനങ്ങൾ അവർ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട്, എത്ര KGയുടേതുണ്ട്, പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ലിസ്റ്റൊക്കെ ഉണ്ട്. അതിനകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു 6 kgയുടെ ആണ് വാഷിംഗ് മെഷീൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഞാൻ പൈപ്പ് ഒന്നും കണക്ട് ചെയ്തില്ല, നേരെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ഒഴിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഒരു 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചു. ടോട്ടൽ 2 ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. അത്യാവശ്യം ഒരു ഹാഫോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം ഡ്രസ്സ് ഇടുന്നില്ല. അപ്പം അതിനകത്തേക്ക് ലിക്വിഡ് ഒഴിച്ചു. ഇനി നമുക്കത് ഒന്ന് നോക്കാം. ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സുകൾ. ടീഷർട്ടാണ്. ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വന്ന ടീഷർട്ടാണ്. അതിൽ അത്യാവശ്യം ചെളിയുണ്ട്, കണ്ടു കാണുമല്ലോ നിങ്ങൾ. ഇവിടെ പിന്നെ ഒരു വൈറ്റ് വിൻഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അത്യാവശ്യം അൽക്കുലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ടീഷർട്ട്, ഒരു ടൈറ്റ്സ്, പിന്നെ ഒരു ചെറിയ ടവൽ, ടർക്കി, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ലോഡ് ചെയ്യുമോ നോക്കാം. പിന്നെ നമുക്കിത് ഓൺ ചെയ്യാൻ പോകാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓൺ സിസ്റ്റം. ഇത് റൈറ്റ് സൈഡിലേക്ക് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ എന്നതിൽ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും 15 മിനിറ്റാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങുന്നുമുണ്ട്. നല്ല പവർഫുള്ളായിട്ടാണ് കേട്ടോ കറങ്ങുന്നത്. ചെടികൾ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്, കാരണം വർക്കൗട്ട് ചെയ്ത ഡ്രസ്സ് ആയതിനാൽ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ എനിക്കിതിനകത്ത് പറയാനായിട്ടുള്ളത്, ഇതിൽ ഉള്ളി വാഷിംഗ് ആണ്, ഡ്രയർ ഇല്ല ഇതിനകത്ത്. നമുക്ക് തുണികൾ പിഴിഞ്ഞുണങ്ങിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. വാഷ് ചെയ്തെടുക്കുക, നമ്മൾ തന്നെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ഉണങ്ങാനിടുക, അതാണ് ഇതിനകത്തുള്ള പരിപാടി. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് തന്നെ ഓഫായിക്കോളും. അത് ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി 2-3 വട്ടം ഒന്നുകൂടെ വാഷ് ചെയ്തിട്ടാട്ടോ ഞാനിത് എടുത്തത്. അപ്പം ഒറ്റ റൗണ്ട് മാത്രം ഞാൻ നിങ്ങളെ കാണിച്ചുള്ളൂ. 2 വട്ടം കൂടെ കഴിയായിരുന്നു. അത്യാവശ്യം ചെളികളൊക്കെ പോയിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്പോട്ടിൽ ഒരു ലൈറ്റായിട്ട് മാത്രമേ ഈ ഡ്രസ്സിൽ എൻ്റെ ഇത് പോവാത്തതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അത്യാവശ്യം നല്ലപോലെ വൃത്തിയാവുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ടിലെ ഒരു ഡോട്ട് പോലെ മാത്രമേ എൻ്റെ ഇത് ചെളി പോവാത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ്. യൂസ്ഫുള്ളായ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.